ഒരിക്കലും അങ്ങനെ പറ്റാറില്ല. 43 വർഷം കഴിഞ്ഞിട്ട് ആദ്യമൊക്കെ അങ്ങനെ പറ്റും. പ്ലാൻ ചെയ്തല്ല. First time after 43 years, some coincidence. സന്തോഷം തോന്നില്ലേ? സന്തോഷം തോന്നുന്നില്ല. ഇത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഈ 9th-നാണ് ഞങ്ങളുടെ പട്ടിക്കാട്. May 9th-നായിരുന്നു കല്യാണം. അത് ആവശ്യമാണ്. TDM ഹാളിൽ വെച്ചിട്ടായിരുന്നു. അന്ന് ഇതൊന്നും ഇല്ലല്ലോ. അത്യുണ്ട് TDM ഹാൾ മാത്രമേ ഉണ്ടായിരുന്നു ആ കാലത്ത്. ദാസേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ല? ദാസേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, കരുണാകരൻ ചീഫ് മിനിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു, കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു, പാട്ടുകാർ കുറേ പേരുണ്ടായിരുന്നു. ചേച്ചിയിലേക്ക് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. അതാണ് നമ്മളിവിടെ വരാറില്ല. ഇവിടെ ചെന്നൈയിലാണ് നമ്മുടെ ജീവിതം മുഴുവൻ ആ ചുറ്റിപ്പറ്റി. അവിടെ ഭയങ്കര ചൂടല്ലേ? അല്ല, ഇവിടുത്തെ ഇത്ര ഇല്ല. അത്ര ചൂടില്ല അവിടെ. ഇല്ല, അവിടെ ഒരു 38-39 പക്ഷെ അവിടെ വൈകുന്നേരം സീ ബ്രീസ് വരും, നല്ല കൂൾ സീ ബ്രീസ് വരും അവിടെ. അതെ അതെ, അവിടെ ഇതുണ്ടല്ലോ, ബീച്ചൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഒന്നൊരു കൂളിംഗ് എഫക്റ്റ്. ഇത്ര ചൂടില്ല. നിങ്ങൾ പല പല ഇതാൾക്കാരാണ്. സിനിമയൊക്കെ കാണാറുണ്ടോ? സിനിമയൊക്കെ മോസ്റ്റ്ലി ഇൻ ദ TV. OTT കാണും, തിയേറ്ററിൽ ഇപ്പൊ കണ്ടു, വർഷങ്ങൾക്ക് ശേഷം കണ്ടു. എങ്ങനെയുണ്ട് ആടുജീവിതം? ആടുജീവിതം നമ്മുടെ അത് നന്നായിട്ട് എനിക്ക് ഇഷ്ടമായി. ആടുജീവിതം ഞാൻ കണ്ടതൊന്നും പറ്റിയില്ല പോവാൻ. അത് തിയേറ്ററിൽ തന്നെ കാണണം. അതിന് ഞാൻ തിയേറ്ററിൽ കാണാൻ പോയത് റഹ്മാൻ്റെ റീ റെക്കോർഡിങ്ങിനും റസൂൽ പൂക്കുറ്റിയുടെ സൗണ്ട് ഇഫക്ട്സിനൊക്കെ വേണ്ടിയിട്ടാണ് അത് പോയി കണ്ടത്. നല്ല രസമായിരുന്നു തിയേറ്ററിലാണ്. ബിക്കോസ് അതിൻ്റെ ആ പാത്തോളജിക്കൽ അവരെ ട്രീറ്റ് ചെയ്യാനൊക്കെ കണ്ട് ഞാൻ അധികം നല്ല അപ്രീഷിയേറ്റ് ചെയ്തില്ല. ഇവരെ സൂക്ഷിക്കണം, ഇവിടെ സെൻസർ ചെയ്ത് സംസാരിക്കാം. അല്ല, ഭയങ്കര പടത്തിൻ്റെ വ്യൂ പറയുക. അല്ല, ശരിക്കും പറഞ്ഞാൽ നല്ല മനസ്സിൻ്റെ ഒരു ഉടമയാണ്. നമ്മൾ എപ്പോഴും പോയാൽ നന്നായിട്ട് സംസാരിക്കും. അല്ല, ഫീലിംഗായിട്ട് ഇവിടെ വെച്ച് ചോദിച്ചാലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ചേച്ചിയാ വലിച്ചുകൊണ്ട് പോണത്. എനിക്ക് പേടിയാണ്. നിങ്ങൾ രണ്ടാളും കൂടെ പാടി നല്ല മനസ്സായതുകൊണ്ട് വേറെ വളരെ ഓപ്പൺ ആയിട്ട് പറയും, ഡ്രാമാറ്റിക് ആയിട്ട് അല്ലാതെ പറയും. പുതിയ വിശേഷങ്ങളാണ്. മോള് മൊറീഷ്യസിൽ ഇപ്പൊ പാടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഞങ്ങള് എനിക്ക് മോളൊരു കൊച്ചു മോളെ തന്നിട്ടുണ്ട്. അപ്പോൾ അവളെ അളമ്മ കുട്ടിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ അപൂർവമായിട്ട് ഞാൻ രണ്ടുപേരും ഇല്ലാതിരിക്കുള്ളൂ അവിടെ ചെന്നൈയിൽ. നാളെ കാലത്ത് തന്നെ ഞങ്ങൾ തിരിച്ചു മടങ്ങും. നിങ്ങൾ രണ്ടാളെയും കാണാൻ ഒരുപോലെയാണെന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. കൊച്ചിനെ ശരിക്കും ഒരു ജൂനിയറാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപോലെ രണ്ടാളും ഒരുപോലെ എന്ന് വെച്ചിട്ട് ഞങ്ങൾ വീഡിയോ കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ, മറ്റേ കല്യാണത്തിൻ്റെ ഒക്കെ വരുമ്പോൾ. അപ്പോൾ കണ്ടിട്ട് എല്ലാ ആൾക്കാരും പറയുന്നത് ശരിക്കും നിങ്ങൾ രണ്ടാളും ഒരുപോലെയാണ്. ഫ്യൂച്ചറിൽ കൂടുതൽ വീഡിയോസിനായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.